ആൻഡ് ടേസ്റ്റി ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചൗക്കിദാനിയുടെ ബാക്കി വിശേഷങ്ങളായിട്ട് വന്നതാണ്. അവിടെ നമ്മൾ നേരെ കയറിയത് ഇങ്ങോട്ടേക്കാണ്. ഇവിടെയാണ് കൂടുതൽ ആക്ടിവിറ്റീസൊക്കെ ഉള്ളത്. പപ്പറ്റ് ഷോ ഒക്കെ ഉണ്ട്, പിന്നെ ഹോഴ്സ് റൈഡ് ഉണ്ട്, ക്യാമൽ റൈഡ് ഉണ്ട്. ഇതാണ് പപ്പറ്റ് ഷോ. അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് ഇന്ന സാധനമാണ് കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇതങ്ങോട്ട് കാണിച്ചു തൊട്ടടുത്ത് നേരെ അവർ വീശിയത് പാമ്പിനാണ്. ഞാനിങ്ങോട്ട് പേടിച്ചു. അങ്ങനെ അതൊക്കെ കണ്ട് ലിവി നേരെ കളിക്കാനുള്ള സ്ഥലത്തേക്ക് പോയി. ഈ ഒരു ഏരിയയിൽ കുട്ടികൾക്ക് കളിക്കാം. പിന്നെ ഇവിടെ കിണർ, അവർ വെള്ളം കോരുന്നതും പിന്നെ കാളേനെ കൊണ്ടുവരുന്നതും അതൊക്കെ ഉണ്ട് ഈ സൈഡിലായിട്ട്. അവിടുന്ന് നേരെ കണ്ണേട്ടൻ ഗെയിംസിലേക്ക് കയറി. പാവി അമ്മമ്മയുടെ പല്ലൊക്കെ കണ്ണെന്ന് എറിഞ്ഞ് അടിച്ചു കേട്ടോ. ഈ ഒരു ഏരിയയും അവർ കയ്യേറിയിട്ടുണ്ടായിരുന്നു. അവിടെ അവർ ഡാൻസ് കളിക്കുന്നവരെ കാണേ ഉണ്ടായിരുന്നില്ല. അതൊക്കെ കണ്ട് നമ്മൾ നേരെ വന്നത് രാജസ്ഥാനി കുട്ടിയാവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് തിരഞ്ഞെടുക്കാം. ഡ്രസ്സ് ഇട്ടതായാലും അതിൻ്റെ ഓർണമെൻറ്റ്സും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. 100 രൂപയാണ് ഇതിനായിട്ട് ആവുന്നുള്ളൂ. ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഈ സ്റ്റേജിൽ കയറിയിട്ട് കളിക്കാം, ഫോട്ടോസ് എടുക്കാം. പിന്നെ അവിടെ കുറേ കുടിൽ പോലത്തെ സംഭവങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് അപ്പുറത്ത് ഫയർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിത് കണ്ടില്ല. പിന്നെ എനിക്കൊരു കൂട്ടിന് ആളെ കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡാൻസ് കളിച്ച് ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ കുതിരപ്പുറത്ത് കയറാൻ പോയിട്ടോ. ലിബിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ കണ്ണനും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. കാര്യം എനിക്കും ഭയങ്കര പേടിയാണ്. എന്നാലും ഞാനും കയറി. ഓട്ടത്തിൻ്റെ പുറത്ത് കയറാനാണ് എനിക്ക് ഏറ്റവും പേടി. പക്ഷെ ഞാൻ ഇത്തവണ അത് സാധിച്ചെടുത്തു. ഇത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഓട്ടത്തിൻ്റെ പുറത്ത് കയറാനാണ് പോയത്. പക്ഷേ ഓട്ടത്തിൻ്റെ പുറത്ത് കയറിയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കണ്ണേണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശരിയല്ല. എനിക്ക് ആകെ പേടിച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ മുകളിലിരുന്നത്. പിന്നെ അവിടെ മാജിക് ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ അത് അടിപൊളിയായിരുന്നു. ഞാൻ ഏന്നൊക്കെ പറഞ്ഞിട്ട് വായൊക്കെ പൊളിച്ച് നിന്നു ഇങ്ങനെ. അത് കഴിഞ്ഞ് കണ്ണേണ്ണ ലിബേബിന്ന് പാമ്പ് കോണി കളിക്കാൻ പോയിട്ട് ലിബേബി ആദ്യം കരയൊക്കെ ചെയ്തു. അവിടെ നിന്ന് മജീഷ്യൻ ഒരു പ്രാവിനെയൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ലിബേബിക്ക് വേണം പറഞ്ഞിട്ടാണ് ലിയോ കരഞ്ഞത് കേട്ടോ. ഇതാണ് അടുത്ത സ്റ്റേജ്. ഇവിടെ നമ്മൾ പോയി നിന്നപ്പോഴത്തേക്കും കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടങ്ങളൊക്കെ വെച്ചിട്ട് ഈ ചേച്ചി കുപ്പിച്ചില്ല് കയറുന്നുണ്ട്. പിന്നെ കമ്പിയിലല്ല മറ്റേ ആണിയിൽ കയറുന്നുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് ഭയങ്കര പേടിയായി കേട്ടോ. പിന്നെ അവർ ഭയങ്കര സിമ്പിളായിട്ടാണ് എന്നും കളിച്ച് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണ്. അവരുടെ കുട്ടികളും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ ഞാനും കൂടി കേട്ടോ. പിന്നെ നമ്മൾ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം അവരോട് ചോദിച്ചാൽ കൂടെ എൻ്റെ തലയിലൊന്ന് വെച്ച് തരുമെന്ന്. അങ്ങനെ അവർ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ നമ്മൾ ചോദിച്ച കാരണം അവരെന്തോ സമ്മതിച്ച്. അങ്ങനെ എൻ്റെ ഡാൻസുകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കാണുകയാണ് അവിടെ മസാജ് ചെയ്യാൻ കയറി കേട്ടോ. നല്ല സുഖത്തിൽ ആളുടെ മസാജിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ട് അവിടെ പാട്ട് വെച്ചപ്പോൾ പിള്ളേർ കിടന്നിട്ട് കളിക്കണുണ്ടോ. പിന്നെ ഞാൻ നോക്കി വെച്ചേക്കായിരുന്നു ലൈവായിട്ട് വള ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കാണാൻ പോയി. കാണാൻ മാത്രമല്ല ഞാൻ ഉണ്ടാക്കിക്കുകയും ചെയ്തു ഒരു വള. അങ്ങനെ വളയൊക്കെ ഉണ്ടാക്കി നമ്മൾ നേരെ മുകളിൽ കയറി. എന്തിനാ അവരുടെ ട്രഡീഷണൽ ഫുഡായ ബജ്ര റൊട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ബജ്ര റൊട്ടി ആദ്യമായിട്ടാണോ കഴിക്കുന്നത്. എൻ്റെ കൂടെ ഒരു വെളുത്തുള്ളിയുടെ ഒരു ചട്നി കിട്ടാറുണ്ട്. എൻ്റെ പൊന്നി ഒരു രക്ഷയില്ല കേട്ടോ ചട്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ആ ചട്നിയാണ്. റൊട്ടി എനിക്ക് ഇഷ്ടമായി. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ശർക്കരയുടെ പീസസും തരും കേട്ടോ. ഈ റൊട്ടിയും ശർക്കരയും ഈ ചട്നിയും അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് തരിക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നോക്കി അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. എന്ത് രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബാക്കി വിശേഷങ്ങളുടെ പിന്നെ വരാൻ. ടാറ്റ ബൈ ബൈ, സീ യു.